ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള ഗീക്സ്. ഇന്ന് ഞാൻ പറഞ്ഞാൽ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫോൺ മിസ്സായി പോയി കഴിഞ്ഞാൽ നമുക്കെന്താ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതിന് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പൊതുവേ നമ്മൾ പാനിക്കാവുകയോ ചെയ്യുക. നമ്മളിപ്പോൾ ഫോണിപ്പോൾ പെട്ടെന്ന് പുറത്തെല്ലാം പോയി കഴിഞ്ഞാൽ കാണാണ്ടായി പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പാനിക്കാവുകയോ ചെയ്യുക. പക്ഷേ അങ്ങനെ പാനിക്കാവേണ്ട ആവശ്യമില്ല. നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഇപ്പോൾ ഗൂഗിൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ള നമുക്ക് ആദ്യമായിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഈ വീഡിയോ അതിനെ പറ്റിയിട്ടാണ്, എങ്ങനെ നമ്മളെ ഫോൺ മിസ്സായിപ്പോയ ഫോൺ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ എങ്ങനെ നമുക്ക് എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിനു വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഫൈൻഡ് മൈ ഫോൺ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഗൂഗിളാണ്. ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ടതാണ്. ഇത് നമ്മൾ ഫോൺ മിസ്സായി പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അഥവാ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഫോൺ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നിങ്ങളുടെ ഫോൺ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആക്സസിബിളായിട്ട് കിട്ടും. അതിനുള്ള ഒരു ഫീച്ചറാണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഗൂഗിൾ ഫൈൻഡ് മൈ ഡിവൈസ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. അതിന് ഒരുപാട് പെർമിഷൻസ് ഒന്നും ചോദിക്കുന്നില്ല, ആകെ 2 പെർമിഷൻസ് ചോദിക്കുന്നുള്ളൂ. ആദ്യം അത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് റൺ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ആദ്യം ചോദിക്കുന്നത് തന്നെ നമ്മളൊരു മെയിൽ ഐ ഡിക്കാണ് ചോദിക്കുന്നത്. മെയിൽ ഐ ഡി എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഫോണിൽ നിങ്ങൾ ദിവസം ആക്സസിബിൾ ആയിട്ടുള്ള യൂസ് ചെയ്യുന്ന ഒരു മെയിൽ ഐ ഡിയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഈ മെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ എന്നാൽ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു മെയിൽ ഐ ഡി വേണം കൊടുക്കാൻ വേണ്ടി, അല്ലാണ്ട് ഫേക്ക് ഐ ഡീസ് ഒന്നും കൊടുക്കാൻ പാടില്ല. കാരണം ഈ മെയിൽ ഐ ഡി വെച്ചിട്ടാണ് നിങ്ങളുടെ ഫോണിനെ ട്രാക്ക് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എപ്പോൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു മെയിൽ ഐ ഡി തന്നെ കൊടുക്കുക. കാരണം ഈ ഒരു മെയിൽ ഐ ഡി വെച്ചിട്ട് തന്നെ ഏത് ഡിവൈസിൽ നിന്ന് നിങ്ങൾക്ക് ആക്സസിബിൾ ആണ്. അപ്പോൾ അതാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഇപ്പോൾ കൊടുത്ത മെയിൽ ഐ ഡി വെച്ച് നമ്മളിപ്പോൾ ലോഗിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതെങ്ങനെ ഇപ്പോൾ പോയ ഫോൺ എങ്ങനെ നമ്മൾ ട്രാക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ മെയിൽ ഐ ഡി നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് ഡിവൈസ് മാനേജർ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അത് തുറക്കുക. അത് തുറക്കുന്ന സമയത്ത് ഡയറക്റ്റ് ഇപ്പോൾ എൻ്റെ ഫോണിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പുറത്തെ പേജിൽ എൻ്റെ മെയിൽ ഐ ഡി തുറന്നു വെച്ചത് കൊണ്ടാണ് ഫർദർ ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കാണ്ട് തന്നെ എൻ്റെ ഈ ഗൂഗിൾ ഫൈൻഡ് മൈ ഡിവൈസിൻ്റെ ആ മെയിൽ ഐ ഡി വെച്ചിട്ടുള്ള ഡീറ്റെയിൽസ് മൊത്തം കാണിക്കുന്നത്. ഇപ്പോൾ കാണുന്നുണ്ട് കോൺടാക്റ്റിംഗ് ഡിവൈസ്. അവർ ഡിവൈസിനെ കോൺടാക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് കാണാം. ലാസ്റ്റ് സീൻ കാണിക്കുന്നുണ്ട്. എയർടെല്ലാണ് സിമ്മ്, 73% ചാർജ് ഉള്ളത്. ഇങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ പ്ലേ സൗണ്ട്, അഥവാ ഇപ്പോൾ നിങ്ങൾ ഇന്ന് വീട്ടിൽ നിന്ന് തന്നെ മിസ്സായി പോയതാണ്, എവിടെയെങ്കിലും സോഫേൻ്റെ അടിയിലോ അല്ലെങ്കിൽ ആരുടെയും വീണ് പോയതാണ്, നിങ്ങൾക്ക് ഫോൺ സൈലൻറ്റ് മോഡിലാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഒരു 5 മിനിറ്റത്തോളം റിങ് അടിക്കാൻ പറ്റും. ഫോൺ സൈലൻ്റ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് റിങ് അടിക്കാൻ പറ്റും. അത് നല്ലൊരു ഓപ്ഷനാണ്. സെക്യൂർ ഡിവൈസ്, ഇപ്പം വേറെ എവിടെയും വീണ് പോയതാണെങ്കിൽ നിങ്ങൾക്ക് അത് ലോക്ക് സ്ക്രീനിൽ നിങ്ങൾ സെറ്റാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഒരു ലോക്ക് സ്ക്രീൻ അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ലോക്ക് സ്ക്രീനിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കൊടുക്കാനും പറ്റും. എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജിമെയിൽ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് വേറെ ഏതെങ്കിലും ജിമെയിൽ അക്കൗണ്ട് ഉണ്ട്, അതിൻ്റെ നിന്ന് നമുക്ക് സൈൻ ഔട്ട് ചെയ്യാനും പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനുണ്ട് സെക്യൂർ ഡിവൈസിനകത്ത്. പിന്നെ വരുന്ന ഓപ്ഷനാണ് ഇറേസ് ഡിവൈസ്. അതായത് നിങ്ങളിപ്പോൾ ഫോൺ കംപ്ലീറ്റ് ആയിട്ട് മിസ്സായി നിങ്ങൾക്കത് കിട്ടൂല എന്നുള്ള ഒരു അവസ്ഥയിൽ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇറേസ് ഡിവൈസ്. നിങ്ങളെ ഡാറ്റയൊന്നും ആരും ചോർത്തിയെടുക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് വരുത്താൻ പറ്റും. ഈ ഇറേസ് ഡിവൈസ് മൊത്തമായിട്ട് നിങ്ങൾക്ക് ആ ഡിവൈസിനകത്തുള്ള മൊത്തം ഡാറ്റ നിങ്ങൾക്ക് ഇറേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. അത് കൂടാണ്ട് നമുക്ക് ഡിവൈസ് ഇൻഫർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം IMEI നമ്പർ എന്ന് പറഞ്ഞാൽ IMEI നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്ലർ ആക്കിയതാണ്. ആ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പല ഓപ്ഷൻസും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം ഈ ഫോണിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ കണ്ണൂർ പയ്യാമല ബീച്ചിൻ്റെ അടുത്താണ് ഈ ഫോണിപ്പോൾ ഇവർ ട്രാക്ക് ചെയ്തിട്ട് കാണുന്നത്. ഈ സിഗ്നൽ വെച്ചിട്ട് ഇവർ നോക്കുന്നത്. നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ലോഞ്ചിറ്റ്യൂഡിനൽ ലാറ്റിറ്റ്യൂഡ് എല്ലാം നമുക്ക് കാണിക്കുന്നുണ്ട്. ഇന്ന സ്ഥലത്താണ് കണ്ട പയ്യാമല പാർക്കിൻ്റെ ആ ഒരു ഏരിയയിലാണ് ഇത് കാണുന്നത് എന്നാണ് പറയുന്നത്. അൺനെയിംഡ് റോഡ് പയ്യാമല കണ്ണൂർ. അപ്പോൾ ഇതുവഴി നമുക്ക് നമ്മളെ കാണാതെ ഫോൺ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഈ ഡീറ്റെയിൽസ് തന്നെ മതി. നമുക്ക് തന്നെ പരിധി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഇതിപ്പോൾ നമുക്ക് ഫോണിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഫോൺ, ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചത് മോട്ടോറോളേൻ്റെ ഒരു ഫോണിനെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽസാണ് കാണിച്ചത്. ഇതിപ്പോൾ ഞാൻ കാണാൻ നിങ്ങൾക്ക് മോട്ടോറോളേൻ്റെ മോട്ടോ E4 തന്നെ ഫോണിൻ്റെ ഡീറ്റെയിൽസാണ് കാണിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സോണീൻ്റെ ഫോണാണ്. ജസ്റ്റ് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോണീൻ്റെ ഫോണിൽ യൂസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങളെ ഫോൺ ഇപ്പോൾ മോട്ടോറോളയാണ് നിങ്ങളെ നിന്ന് മിസ്സായി പോയെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോണീൻ്റെ ഫോൺ എടുത്താലും മതി. ഏത് ഫോണാണെങ്കിലും എടുത്തിട്ട് അതിനകത്ത് ഫൈൻഡ് മൈ ഫോൺ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾ ഏത് മെയിൽ ഐ ഡി ആണോ അതിനകത്ത് രജിസ്റ്റർ ചെയ്തത് ആ മെയിൽ ഐ ഡിനെ ഇവിടെ കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോണിൻ്റെ മൊത്തമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ കാണാൻ പറ്റും. നമുക്ക് ഫോണിൽ തന്നെ പ്ലേ സൗണ്ട്, ഇറേസ് ഡിവൈസ്,
പിന്നെ ലോക്ക് സ്ക്രീനിലെ ആ ഒരു സെക്യൂർ ഡിവൈസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു ഓപ്ഷൻസാണ്. നിങ്ങൾ ഫോൺ നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകുന്നതിന് മുമ്പേ നിങ്ങളിത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിഷ്യലായി വരുന്നൊരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് യൂസ് ചെയ്യണം. യൂസ് ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. താങ്ക് യു.